നോക്കിയോട്ടെ. ഇത് ഗോപികയും ക്ലാസ്സിലില്ലാല്ലേ? എന്താടാ ഗോപിക ഇല്ലടാന്ന്? ഞാൻ അറ്റൻഡ് ചെയ്യാം, പക്ഷെ എനിക്ക് ഇവന് എത്ര വരെ ഇരിക്കും എന്നുള്ള എനിക്ക് അറിയില്ല. നമ്മുടെ ശ്രദ്ധ അങ്ങ് പോകുമ്പോഴത്തേക്കും കുഴപ്പമില്ല. അങ്ങനെ ഇൻ കേസ് ലീവ് ചെയ്യണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ലീവ് ചെയ്യുമ്പോ എനിക്ക് ലീവ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ നമുക്ക് പറയണ പോലെ ചെയ്യാൻ നേരെ ഒരു ബുദ്ധിമുട്ട് വരും അല്ലേ? ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. മനസ്സിലായി. അതല്ലല്ലോ, അഡ്മിൻ യൂസേഴ്സ് അല്ലായിരുന്നോടാ? ഇത് തന്നെയാണ്. ആദ്യം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ബാക്കി റീസെറ്റ് അതുപോലെ കൊടുക്കാൻ പറ്റുമോ? ഹോം റിട്ടേൺ ടു ഹോം. ഇത് വെച്ചിട്ടുള്ള ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതാണെന്നറിയോ? സെർച്ച് എനിക്ക് അറിയണ്ടായി, അതെങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായില്ല. ഇവിടെ സെർച്ച് ചെയ്തു, ഈ അലേർട്ട് എനിക്ക് കിട്ടി കേട്ടോ. ന്യൂസ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി ഇന്ന് വെച്ചിട്ട് അലേർട്ട് ടെക്സ്റ്റ് ഇത് കിട്ടി. അതേ അന്ന് പറഞ്ഞു തരാൻ വെച്ചതായിരുന്നു. കുഴപ്പമില്ല, ചെയ്തത് കുഴപ്പമില്ല. അത് കിട്ടി. ബാക്കിയെല്ലാം URL വെച്ചിട്ടല്ലേ? ബാക്കി URL സെർച്ച് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. സെർച്ചിന്റെ 2 ടെസ്റ്റ് കേസ് മാത്രം. അങ്ങനെയാണെങ്കിൽ ന്യൂസ് അഡ്മിന്റെയും ന്യൂ അഡ്മിൻ അങ്ങനെ തന്നെ ചെയ്യാലോ. ഇപ്പൊ ആഡിങ് ന്യൂസ് ചെയ്ത പോലെ തന്നെ ടെസ്റ്റ് അഡ്മിൻ ചെയ്യാലോ. അഡ്മിൻ എടുത്തേ, ടെസ്റ്റ് അഡ്മിൻ എന്നടാ ഇപ്പൊ വരുന്ന URL /home അല്ലേ? അപ്പോൾ കറന്റ് URL മാച്ച് ചെയ്യേണ്ടത് ഇതിനോടാണ്. ഇതില് ആഡ് അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് കേസ് എഴുതിയില്ലായിരുന്നു നമ്മള്? റീസെറ്റ് ഇത് മാത്രമാണ് എഴുതിയത്, ആഡ് എഴുതിയില്ലായിരുന്നു അല്ലേ? ഓക്കെ ഫൈൻ. ഓക്കെ, സെർച്ച് ചെയ്യാൻ പറഞ്ഞുതരാം. അതിൽ ക്ലിക്ക് കൺട്രോൾ പ്രസ് ചെയ്ത് ക്ലിക്കിന്റെ കൂടെ ഇതുപോലെ റീസെറ്റ് ബട്ടൺ. അഡ്മിനല്ലോ, ന്യൂസിലല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നേ? ന്യൂസിലാ ചെയ്തിട്ടുണ്ടായിരുന്നേ. അല്ല, ഇതിന് URL വെച്ച് ചെയ്യാൻ പറ്റില്ല, ഇവിടെ URL പറ്റില്ല. റിട്ടേൺ ടു ഹോം ചെയ്തില്ല, ന്യൂസിലല്ലായിരുന്നോ? ഇത് റീസെറ്റ് ബട്ടണിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം. എന്താടാ നമ്മുടെ ഹോം പേജിന്റെ URL /home ആണ് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുന്നത്. അല്ലല്ലോ, ലോഗിൻ ആദ്യം വരുമ്പോ /login അല്ലേ വരുന്നത്?
പാസ്വേഡ് കിട്ടത്തില്ല. ഡയറക്റ്റ്ലി ഹോം കൊടുത്തില്ല. അത് വർക്കാവുന്നത് എന്താണോ നമ്മുടെ ലോഗൗട്ടായി നിന്നതുകൊണ്ടാണ്. ഓൾറെഡി ലോഗൗട്ട് ആയി നിൽക്കുന്നതല്ല. ലോഗിൻ സ്ക്രീൻ വന്നു എന്നുള്ള അത് കൊടുക്കുന്നത് റോങ് ആണ്, ടെക്നിക്കലി റോങ് ആണ്. പകരം ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ലോഗിൻ ചെയ്തിട്ടില്ലായിരുന്നു. ലോഗിൻ ചെയ്യാറില്ലല്ലേ, യുആറിലാണ് ഗസ്റ്റിൽ നമ്മൾ കൊടുക്കുന്നത്. അഡ്മിൻ സെയിം മിസ്റ്റേക്ക് സ്റ്റേറ്റ്മെന്റ് മമ്മൂനമ്മ കളിക്കാനേ ഇത് വരാം കളിക്കാനേ മാത്രം എനിക്ക് ഒന്നും കൊടുത്തത് ഇവിടെ മാറിപ്പോയതാണ്. ആദ്യം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ആവില്ല. അതാണ് അവിടെ കണ്ടുപിടിച്ചത്. ടെസ്റ്റ് മാനേജ്മെന്റിൽ റിട്ടേൺ ഹോമിൽ സ്ലാഷ് ഹോം കൊടുത്തു. ഇവിടെ റീസെറ്റ് ഉണ്ട്. ഇത് ക്ലോസ് എക്സിക്യൂട്ടീവ് സെയിം എക്സിക്യൂട്ടീവ് അതിൻ്റെ അകത്ത് ഇതിൽ മാനേജ് യൂസർ റീസെറ്റ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ജസ്റ്റ് റീസെറ്റ് ക്ലിക്ക് ചെയ്ത് ഇത് നമ്മുടെ യു ആറിലല്ല വരുന്നത്. സെഷൻ യു ആറിലാണ് വരുന്നത്. മാനേജ്മെന്റിൽ റീസെറ്റ് ചെയ്തില്ലായിരുന്നു. റീസെറ്റ് ചെയ്തില്ലാണോ? ഓക്കെ. അപ്പോൾ അതിൻ്റെ റീസെറ്റ് ചെയ്യാൻ ചെക്ക് ചെയ്തത് അഡ്മിനിലല്ല, ഇതിലേക്ക് ആപ്ലിക്കേഷനിലേക്ക് വന്നു. എക്സിക്യൂട്ടീവ് നോക്കിയാലും മതി. ക്ലോസ് ചെയ്യും, എല്ലാം ക്ലോസ് ചെയ്യും. എന്നിട്ട് അഡ്മിൻ്റെ റീസെറ്റ് മാത്രം എക്സിക്യൂട്ടീവ് റീസെറ്റ് ബട്ടൺ മാത്രം. അക്ഷയുടെ നോക്കുകയാണേടാ, അപ്പൊ വരാവേ. കുഴപ്പമില്ല. അൺഎക്സ്പെക്റ്റഡ് യു ആർ ലൈവ് സെറ്റ് ചെയ്യണം. ഈ രണ്ട് കോഡ് യു ആർ കംപ്ലീറ്റ് ഇവിടെ സ്ലാഷ് അഡ്മിന് പകരം മറ്റേ യു ആർ കൊടുക്കുക. ആൾട്ട് താഴെ പോയോ? സാരില്ല വേറെ എടുക്കാൻ. അതെങ്ങനെ താഴെ പോയി? നെക്സ്റ്റ് അക്ഷരം ഓൾറെഡി ചെയ്തതാണ്, എന്നോട് ജസ്റ്റ് പറയാം. എന്നാലും അതിന് നമ്മുടെ ഇതിൽ ആഡ് അഡ്മിൻ്റെ ടെസ്റ്റ് കേസ് എത്തി. ആഡ് അഡ്മിൻ സെർച്ച് ചെയ്തില്ല. ആഡ് യൂസറില്ല. ന്യൂസ് എടുത്തു
ഇതെന്ന് വിളിക്കാം. new add AC on ചെയ്ത് വെച്ചതാ. add AC on ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. അക്ഷര ആ ആഡ് ന്യൂസിന്റെ ടെസ്റ്റ് കേസ് എടുത്തേടാ. എടുക്കാവേ. അത് നമുക്ക് ചെയ്യാനുണ്ട്, അപ്പൊ കൺഫ്യൂഷൻ ശരി. ടെസ്റ്റ് അണ്ടർസ്കോർ ആഡിങ് ന്യൂസ് എടുത്തേടാ. ടെസ്റ്റ് അണ്ടർസ്കോർ ആഡിങ് ന്യൂസ് ഇതല്ലേ? അതന്നെ വേസ്റ്റ്. സോ നമ്മൾക്ക് അക്ഷര ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ന്യൂസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇത് വരുന്നുണ്ടായിരുന്നു, ഒരു അലേർട്ട് പോലെ ഒരു കാര്യം ഡിസ്പ്ലേ ആവുന്നുണ്ടായിരുന്നു. അതൊന്ന് എക്സിക്യൂട്ട് ചെയ്തേ, ആ ടെസ്റ്റ് കേസ് മാത്രം. ഞാൻ എക്സിക്യൂട്ട് ചെയ്യണോ? നീ എക്സിക്യൂട്ട് ചെയ്തോ, ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തോ. നോക്കി സ്ക്രീനിൽ എങ്ങനെയാ വന്നിട്ടുണ്ടായിരുന്നേ? ന്യൂസ് ആഡഡ് സക്സസ്ഫുള്ളി എന്നിട്ട് ഗ്രീൻ കളറിൽ മാർക്ക് വന്നായിരുന്നില്ലേ? സോ നമുക്കിനി ചെയ്യേണ്ടത് ഇത് വെരിഫൈ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ബ്രൗസർ കമാൻഡ്സിൽ തന്നെ നമ്മൾ ഡോട്ട് ടെക്സ്റ്റ് എന്നിട്ടൊന്നും പഠിച്ച് ഓർക്കുന്നുണ്ടോ? എന്തിനാ യൂസ് ചെയ്തേ? ഡോട്ട് ടെക്സ്റ്റ് കമാൻഡ് എന്തിനാ യൂസ് ചെയ്തത്? അതായത് നമ്മൾ ഒരു സ്പെസിഫിക് എലമെന്റിൽ ടെക്സ്റ്റിനെ റിട്രീവ് ചെയ്യാനാണ് യൂസ് ചെയ്തത്. എന്ത് ചെയ്യാം നമുക്ക്? ഇപ്പൊ ഈ അലേർട്ട് വന്നിട്ടില്ലേ, ഈ അലേർട്ടിനെ ഇൻസ്പെക്ട് ചെയ്ത് നെക്സ്റ്റ് പാത്ത് എഴുതിക്കേ. ഒരു വട്ടം കൂടെ ഇൻസ്പെക്ട് ചെയ്യും. div class equals alert dismiss. അത് വെച്ചിട്ട് നെക്സ്റ്റ് പാത്ത് എഴുതിക്കോ. അതിന് താഴെ yes. അത് സ്റ്റക്ക് ആവും, വായിച്ചാൽ സ്റ്റക്ക് ആവും. അക്ഷര കോഡ് എടുത്ത് വെച്ചോട്ടോ. class equals അലേർട്ട് പാസ്റ്റ് എന്നാ കാണിക്കുന്നത്. ഓക്കെ ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയായിരുന്നു, അത് ആഡ് ചെയ്തപ്പോഴേ. ഓക്കേടാ ഓക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അവളുടെ ഓൾറെഡി ചെയ്തതായിരുന്നു. ഇനി എന്ത് ചെയ്യാം? ഇനി ഇതിലെ ഈ അലേർട്ട് മെസ്സേജിലുള്ള അലേർട്ടിലെ മെസ്സേജിനെ നമുക്കൊന്ന് പ്രിന്റ് ചെയ്യണം അല്ലേ? റിട്രീവ് ചെയ്യണം ഫസ്റ്റ്. സോ റിട്രീവ് ചെയ്യാൻ നമ്മൾ ഡോട്ട് ടെക്സ്റ്റ് യൂസ് ചെയ്ത് കമാൻഡ് എടുക്കുക. എങ്ങനെയാ വരിക? ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തോളൂ, അലേർട്ട് ടെക്സ്റ്റ് ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് അലേർട്ട് ടെക്സ്റ്റ് ഈക്വൽസ് ഒരു വേരിയബിളിലേക്ക് ടെക്സ്റ്റിനെ ഗെറ്റ് ചെയ്യാൻ നോക്കുക. എങ്ങനെയാ? അലേർട്ട് മെസ്സേജ് ഡോട്ട് ടെക്സ്റ്റ്. താഴെ കൊടുക്കൂ. അവിടെ എന്താ കൊടുത്ത? ന്യൂസ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ എന്താ കൊടുക്കുക? അസേർട്ട്. ഒരു വട്ടം കൂടെ കൊടുത്ത് ആ ടെക്സ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുത്തേ. ഒരു വട്ടം കൂടെ മാനുവൽ എക്സിക്യൂട്ട് ചെയ്തോ. മാനേജ് ന്യൂസ് പാസ്വേഡ്. അക്ഷര കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്തടാ. മതി. അക്ഷര പ്രിന്റ് ചെയ്യണമെന്നില്ല കേട്ടോ. അതെനിക്ക് അറിയാൻ വേണ്ടി ഞാൻ ഇട്ടതാണ്. അത് എടുക്കുന്നുണ്ടോ എന്ന് അറിയണമായിരുന്നല്ലോ. അത് ഇൻസ്പെക്ട് ചെയ്ത അത് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് ന്യൂസ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി ഒന്ന് കോപ്പി എടുത്തേ. കോപ്പി എടുത്തു. ടെക്സ്റ്റ് കിട്ടിയായിരുന്നു.
ക്ലിക്ക് ചെയ്ത് കോപ്പി എടുത്തു. അക്ഷയ് ഓഫീസിൽ നിന്നാണോ ജോയിൻ ചെയ്യണേ? അക്ഷയ് ഓഫീസ് ഓഫ്ലൈൻ ആവൻ. മറ്റേ കോളിൽ മറ്റേ മ്യൂട്ട് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ജോയിൻ ചെയ്യുന്നില്ല, എന്നിട്ട് നോർമലി ഉള്ളത് അറ്റൻഡ് ചെയ്യും. ശരി ശരി. ന്യൂസ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഡബിൾ കോഴ്സ് ക്ലോസ് ചെയ്തോളൂ. ക്ലോസ് ചെയ്തിട്ട് സ്പേസ് ഇൻ അലേർട്ട് ടെസ്റ്റ്. സ്പേസ് അലേർട്ട് ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. ബട്ടർഫ്ലൈ One failed. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പറ്റി. എന്തായിരുന്നു നോക്കട്ടെ, താഴെ വന്ന ചേട്ടന്റെ സ്കൂളായിരുന്നു. ചേട്ടന്റെ സ്കൂൾ ചേട്ടൻ വരച്ച പടം കണ്ടു. പിന്നെ ഏതാണെന്നറിയോ? ഫോട്ടോ ഉണ്ട്, ചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ നോക്കാൻ. ചേട്ടനില്ല, കേട്ടിട്ടുണ്ടോ? സെക്ഷൻ to read the alert message and compare. ഇനി നമുക്ക് ഏതിനൊക്കെ അലർട്ട് മെസ്സേജ് അസേർഷൻസ് ആഡ് ചെയ്യാനുണ്ട്? സെർച്ചിന് ആഡ് ചെയ്യാനുണ്ട്. ടെസ്റ്റ് സെർച്ച് ന്യൂസ് മാനേജ് ന്യൂസിനകത്ത് അതെന്താ അറിയോ, ഞാൻ ജോബ് ഫെയർ എന്ന് പറഞ്ഞ ആദ്യം ആഡ് ചെയ്തിരുന്നു. ഞാൻ ഇന്നലെ അത് കയറി നോക്കി കഴിഞ്ഞപ്പോൾ ഈ ജോബ് ഫെയർ ഒന്നും അവിടെ ഇല്ല. അല്ലെങ്കിൽ ഞാൻ അതും ടെക്സ്റ്റ് വെച്ച് തന്നെ, പക്ഷെ അത് ഇങ്ങനെ ടെക്സ്റ്റ് വെച്ച് എടുക്കുക, അത് അലേർട്ട് ഒന്നും അല്ലല്ലോ. പിന്നെ നമ്മൾ എങ്ങനെയാ ടെക്സ്റ്റിനെ നമ്മൾ എടുക്കാൻ ഞാൻ പറഞ്ഞുതരാം. എഗൈൻ ആ ടെക്സ്റ്റ് എടുക്കാൻ തന്നെയാണ്. സെർച്ച് ന്യൂസ് അല്ലേ പെൻഡിങ് ഉള്ളൂ, ബാക്കി എല്ലാറ്റിനും ആയോ? അപ്പൊ സെർച്ച് ന്യൂസും അഡ്മിനകത്ത് ഒരു സെർച്ച് ഉണ്ട്. അഡ്മിന്റെ അത് സെർച്ച് ഉണ്ട്, രണ്ടെണ്ണല്ലേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, അതിൽ ഇനി സെർച്ച് ന്യൂസ് എക്സിക്യൂട്ട് ചെയ്തേ. സെർച്ച് ന്യൂസ് എക്സിക്യൂട്ട് ചെയ്തു. മാനേജ് ന്യൂസിലെ സെർച്ച് ന്യൂസ് നമ്മൾ കൊടുത്ത ന്യൂസ് പുൾ ചെയ്തെടുക്കാം. ന്യൂ പുൾ കൊടുത്തു, ഞാൻ ന്യൂസ് പുൾ ചെയ്തു. സേവ് എക്സിക്യൂട്ട് ഓട്ടോമാറ്റിക്കലി സേവ് ആവില്ല, നമ്മൾ സേവ് ചെയ്യണല്ലോ. ഓട്ടോ സേവ് ആണ്. യെസ്, അപ്പോൾ ഇതങ്ങനെ എക്സിക്യൂട്ട് ആയില്ലേ? ഇത് ക്ലോസ് ചെയ്തിട്ടേ വിൻഡോ രണ്ടുപേരും. ഫെയിൽ ആയോ? എന്ത് പറ്റി? എക്സ്പാൻഡ് ചെയ്യാം. ബ്രൗസർ എക്സ്പാൻഡ് ചെയ്യാൻ മാക്സിമൈസ് കൊടുത്തിട്ടില്ല. മാക്സിമൈസ് കൊടുത്തു. സെൽഫ് ഡ്രൈവർ ഹലോ ഇവിടെ ലെറ്റ്സ് സേ ലോഡ് ആയോടാ? എക്സിക്യൂട്ട് ആവുന്നില്ലല്ലോ ആക്ച്വലി.
നോക്കട്ടെ. കുറച്ചുകൂടെ വെബ് ഡ്രൈവർ എക്സെപ്ഷൻ ആണല്ലോ. കുറച്ചുകൂടെ മുകളിലേക്ക് നോക്കിയേ. വെബ് ഡ്രൈവർ ഡോട്ട് ഫയർഫോക്സ്. കോഡ് എടുത്തേ. ഡ്രൈവർ ഈക്വൽസ് ബ്രൗസർ ഇൻസ്റ്റൻസ്. ആ ബ്രൗസർ ഇൻസ്റ്റൻസിലേക്ക് എത്തുന്നുണ്ട്. വെബ് ഡ്രൈവർ ഡോട്ട് കുറച്ച് മുന്നേ എക്സിക്യൂട്ട് ആയതാണല്ലോ അത്. കോൺഫ്ലക്സിൽ ചേഞ്ച് എന്തെങ്കിലും വരുത്തിയെന്ന് നോക്കട്ടെ. കോഡ് എടുത്തേ. ഒന്നും ചെയ്തില്ലല്ലോ. കോഡ് ചേഞ്ച് ആയല്ലോ. സെയിം അല്ലേ കോഡ്? ഞാൻ ചെയ്തിട്ടില്ല. വെബ് ഡ്രൈവർ അവിടെ ടെർമിനൽ എടുത്തേ. വെബ് ഡ്രൈവർ ഐഡന്റിഫൈ ചെയ്യുന്നില്ല അല്ലേ? പിപ്പ് സ്പേസ് ഷോ ടൈപ്പ് ചെയ്തേരാ. സ്പേസ് ഷോ സ്പേസ് സെലേനിയം. എൻ്റർ അടിച്ചേ. സെലീനിയം 4.39 ആണ്. വേർഷൻ ഇഷ്യൂ വരാൻ പാടില്ല. ടെസ്റ്റ് ന്യൂസ് മാനേജ് ന്യൂസ് എടുത്തേ. ഇതിലെ അതിന്റെ മുകളിലെ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്തേ നോക്കട്ടെ. മുകളിലെ ടെസ്റ്റ് കേസ് ആഡ് ന്യൂസ് അതിപ്പോ പാസ് ആയതല്ലേ? അവിടെ എന്താ ചേഞ്ച് വന്നിട്ടുള്ളത് ഇവിടെ? ഓക്കെ, ഇവിടെ എക്സിക്യൂട്ട് ആവുന്നുണ്ട്. ഇതുപോലെ ഒരു വട്ടം കൂടെ സെർച്ച് എക്സിക്യൂട്ട് ചെയ്ത് സെർച്ച് ന്യൂസ്. ബ്രൗസർ ഇൻസ്റ്റൻസ് താഴെ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യണം. ഇത് എക്സിക്യൂട്ട് അല്ലേ പറഞ്ഞ? സെർച്ച് ആണോ ആഡിംഗ് ന്യൂസ് ആണോ? സെർച്ച് ന്യൂസ്. അവിടെ പോയി വെള്ളത്തിൽ കളിച്ചത്. ആ വെള്ളത്തിൽ അമ്മയുടെ വെള്ളം വെച്ചിട്ടുണ്ട്. സോറി, ഇത് മോയില്ല. ശരി, ഗ്ലാസ്സിൽ വെള്ളം ശരി. അത് ഫ്ലേക്ക് ആയതാ. കുഴപ്പമില്ല. ആ ടെസ്റ്റ് കേസ് ഒന്ന് ഫ്ലേക്ക് ആയി പോയതാ. ഇഷ്യൂ ഇല്ല കേട്ടോ. ഓക്കെ. സോ നമ്മള് ഇവിടെ ഇപ്പോ അക്ഷരയുടെ കേസിൽ ജോബ് ഫെയർ, എന്റെ കേസിൽ അക്ഷയയുടെ കേസിൽ ബ്രേക്കിംഗ് ന്യൂസ്. ആ ന്യൂസ് ഏതാണെങ്കിലും ശരി, അത് ഇവിടെ നിന്ന് മാനുവൽ സെർച്ച് ചെയ്ത ന്യൂസ്. സോ ഇതൊരു ടേബിൾ ആയിട്ടാണ് ഫോം ചെയ്ത് വന്നിട്ടുള്ളത് അല്ലെ മാനേജ് ന്യൂസില്. സോ നമ്മള് ടേബിൾ ഹാൻഡ്ലിംഗ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ടേബിൾ ഹാൻഡ്ലിംഗിൽ നമ്മൾ എങ്ങനെയാണ് ഒരു റോയിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തത്, അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്തേ. അതില് ഫസ്റ്റ് ജോബ് ഫെയറിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് കൊടുത്തേ. അതൊരു TRTD ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്? സോ അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഈ ടേബിളിനൊരു എക്സ്പാത്ത് എഴുതി നമ്മൾ ടേബിൾ ഹാൻഡ്ലിംഗിൽ എങ്ങനെയാണോ TD ഒരു കോളത്തിന്റെ വാല്യൂവിനെ ഗെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെ, സെയിം വേ നമുക്ക് ഗെറ്റ് ചെയ്യാം. ചെയ്തൂടെ? എങ്ങനെയാ വരിക അത്? ടേബിളിന്റെ എക്സ്പാത്ത് എഴുതുക /tbody/tr
/td സ്ക്വയർ ബ്രാക്കറ്റ്സിൽ എത്രയാ വരിക? ടേബിൾ ഇത് ഫസ്റ്റ് വേണ്ടല്ലേ? 1 tr സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 1 tr സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 1 കൊടുത്തിട്ട് അതിന്റെ ടെക്സ്റ്റ് കിട്ടിയാ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇവിടെ തന്നെ എക്സ്പാത്ത് എഴുതിക്കോ, അതിന്റെ കൺട്രോൾ എഫ് അടിച്ചിട്ട് അതിൽ തന്നെ എഴുതിക്കോ, ഡോമിൽ തന്നെ എഴുതി വെക്കോ, അതാ നല്ലത്. ഇതിന്റെ എക്സ്പാത്ത് എങ്ങനെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്? ഞാൻ നോക്കിക്കോളാം, ഞാൻ മറന്നുപോയി. ടേബിളിന്റെ എക്സ്പാത്ത് എഴുതിക്കേ ആദ്യം. കൺട്രോൾ എഫ് അടിച്ചിട്ട് ടേബിളിന്റെ മാത്രം എക്സ്പാത്ത് എഴുതിക്കേ. ടേബിളിന്റെ ഇത് ടേബിൾ കൊടുത്തു /ടേബിൾ. ആ ടേബിൾ എവിടെ? ക്ലാസ് ഈക്വൽസ് ടേബിൾ ബോർഡ് അതന്നെ ഇതല്ലേ? ഓക്കെ, അങ്ങനെ എക്സ്പാത്ത് ആദ്യം എഴുതിക്കേ. ഓക്കെ, എക്സ്പാത്ത് എഴുതി ക്ലാസ് ഈക്വൽസ് എടാ ഈ ഫയർഫോക്സിന് അത് നമുക്ക് 1/1 കാണാൻ പറ്റില്ലേ? ഇല്ല, പറ്റില്ല. അത് ഹൈലൈറ്റ് ആവുക ചെയ്യാം. ഓ ശരി. ഇനി സ്ലാഷ് ടൈപ്പ് ചെയ്യൂ, ടി ബോഡി സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് /ടി ബോഡി /tr ആണ്. /tr സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 1 /td സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 1. ഇപ്പൊ നിങ്ങൾക്ക് ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് അതായോ? സ്ക്വയർ ബ്രാക്കറ്റ്സ് കിട്ടിയല്ലേ? ആ പാത്തും കോപ്പി എടുത്തോടാ. യെസ്, പൈച്ചാമിൽ വന്നിട്ട് അവിടെ വന്നിട്ട് എലിലേക്ക് എഴുതിക്കോളൂ. പൈച്ചാമിൽ വന്നിട്ട് എവിടെയാണ് അത് വരുന്നത്? സെർച്ച് ന്യൂസില് താഴെ വാ, സെർച്ച് ക്ലിക്ക്. ഒരു വേരിയബിളിലേക്ക് ആദ്യം എക്സ്പാത്തിനെ അസൈൻ ചെയ്തോളൂ. ടേബിൾ അണ്ടർസ്കോർ. ഓക്കെ, ക്ലിക്ക് അല്ല, ഇതിന്റെ ടെക്സ്റ്റിനെ റിട്രീവ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ എന്താ നമ്മൾ ഡോട്ട് എന്താ നമ്മൾ വിളിക്കുക? നേരത്തെ തൊട്ട് മുന്നേ നമ്മൾ എഴുതിയ ഡോട്ട് ടെക്സ്റ്റ് ചെയ്യേണ്ടില്ല. ടേബിൾ ഇവിടെ ടേബിൾ ഡോട്ട് ടെക്സ്റ്റ്. അതിന് വേരിയബിളിലേക്ക് പ്രിന്റ് ചെയ്തു, സെയിം ചെയ്തു. ഇവിടെ ടേബിളിലുണ്ട് ടെക്സ്റ്റ്. ഇനി അതിന്റെ ടെക്സ്റ്റിനെ ഗെറ്റ് ചെയ്തോ അക്ഷര. സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഇനി അസേർഷൻ ആയിരിക്കും. അസേർഷൻ ഇവിടെ അസേർഷൻ കൊടുത്തോടാ അക്ഷരം അല്ല. ഇതേപോലെ അഡ്മിനിൽ നമുക്കൊരു ടെസ്റ്റ് കേസില്ല. ടെസ്റ്റ് അഡ്മിനിൽ ഇതേപോലെ സെർച്ച് ചെയ്തിരിക്കും. സെർച്ച് യൂസർ
വാല്യൂ ഉള്ളൂ. ആ അപ്പോൾ അഗെയിൻ ഇവിടെ എന്ത് ചെയ്യുക, അതിനെ മാത്രം ലൊക്കേറ്റ് ചെയ്യുക, ഇൻസ്പെക്ടർ കൊടുക്കുക. ഇത് ടേബിൾ ഫോർമാറ്റില്ല, ടേബിൾ ഫോർമാറ്റില്ല. മാനേജ്മെന്റ് സെയിം ഫോർമാറ്റ് ആണ്, ഫോർമാറ്റ് കോപ്പി ചെയ്ത് എന്താ ഫെയിൽ ആവാൻ കാരണം നോക്കട്ടെ. കോഡ് എടുത്തേ, താഴെ വന്നേ. ഞാൻ ടെക്സ്റ്റ് കൊടുത്തേക്കുന്ന ന്യൂസ് ക്രിയേറ്റർ ഹാൻഡ് കോപ്പി പോസ്റ്റ് ചെയ്തതായിരുന്നു. ജോബ് ഫെയർ കൊടുക്കണല്ലോ. ന്യൂസ് ക്രിയേറ്റർ സക്സസ്ഫുള്ളി. അതിന് പകരം മാറ്റി കൊടുത്തേടാ ജോബ്. സെയിം നെയിം കൊടുത്ത പ്രശ്നമില്ല. ലോക്കൽ വേരിയബിൾ അല്ലേ, ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത്. മെസ്സേജ് വേണ്ട, ഇവിടെ ആ നെയിം ചെക്ക് ചെയ്താൽ മതി. എന്താണോ നെയിം അവിടെ കൊടുത്തത്, സെർച്ചിൽ എന്ത് നെയിം കൊടുത്തു അതേ നെയിം. ഡോട്ട് സെർച്ചിൽ നെയിം പാസ് ചെയ്തിട്ടില്ല. ഫാസ്റ്റ് അല്ലേ? ഇതേപോലെ അഡ്മിൻ്റെ ചെയ്തേടാ. പേര് മാറ്റി കൊടുക്കാൻ കീബോർഡ് ടിആർ ഒക്കെ സെയിം ആണല്ലേ? അതൊന്ന് കോപ്പി എടുത്ത് അത് കോപ്പി എടുത്ത് നോക്കിയിട്ട് അതുകൊണ്ട് പ്ലേസ് ചെയ്തേക്കുന്നു. ഇവിടെ എല്ലാവരും ഡോമിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ അത് കിട്ടുന്നുണ്ട്. അവിടെ ടെക്സ്റ്റ് വെച്ച് ചെയ്യുമ്പോൾ ഫോർ നൗ അവിടെ ടൈം ബോക്സിൽ കൊടുക്കാം. റെഡ് സെർച്ച് ബട്ടൻ്റെ തൊട്ട് നോക്ക് താഴെ ടൈം ബോക്സ് സ്ലീപ്പ് ഓഫ് 2. 3 to order ടൈമിന് ഇമ്പോർട്ട് ചെയ്യും. TR(3) എന്നല്ലേ കണ്ടത്? TR(3) ആണോ? നിനക്ക് അവിടെ എന്താ ഫെച്ച് ചെയ്യേണ്ടത്? അഡ്മിന്റെ സോറി യൂസറിന്റെ നെയിമിനെ അല്ലേ? നെയിം ഫസ്റ്റ് ഫീൽഡ് അല്ലേ വരുന്നേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മള് ടേബിളിലും 1 വെച്ചിട്ടല്ലേ ഇൻഡെക്സിങ് തുടങ്ങുന്നത്? എങ്ങനെയാടാ ഒന്നോട് ചോദിച്ചാ? ഇൻഡെക്സിങ് 1 തൊട്ടല്ലേ? ഇൻഡെക്സിങ് 1 തൊട്ട്. ഇൻഡെക്സിങ് 1 തൊട്ടാണ് ഇവിടെ. T-body കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് TR അല്ലേ? ഫസ്റ്റ് TR ആൻഡ് ഫസ്റ്റ് TD അല്ലേടാ? ഇത് കണ്ടോ ഇവിടെ? ഓക്കെ.
ഇവിടെ ഞാൻ 1 2 3 കൗണ്ട് ചെയ്തു പോയി. അല്ല 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 ആ ശരി. TR-ഉം TD-യും 1. ആ ശരി. കൊടുത്തേ ഫിക്സ് ചെയ്തേന്ന്. TR സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 1, TD സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 1. സെർച്ച് ചെയ്തു ഒന്ന് എക്സിക്യൂട്ട് ചെയ്യണം. കാണിച്ചേ കോഡ് കാണിച്ചൂടെ പാസ്സായല്ലേ. ഓക്കെ, ഇനി ഏതിനെങ്കിലും നമ്മൾ അസേർഷൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടോ ചെക്ക് ചെയ്തേ. ലോഗിൻ തൊട്ട് ടെസ്റ്റ് ലോഗിൻ തൊട്ട് വെരിഫൈ ചെയ്തേടാ ഏതിനെങ്കിലും നമ്മൾ അസേർഷൻ എഴുതാൻ വിട്ടുപോയോന്ന്. ഇത് 4 എഴുതിയിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ലോഗിൻ ടെസ്റ്റ് ഹോമിൽ എഴുതിയിട്ടില്ലേ? ലോഗ് ഔട്ടിന് എഴുതിയില്ല. അത് നമ്മുടെ ഇവിടെ ലോഗിന്റെ URL കിട്ടുന്ന പോലെ URL കമ്പയറും ചെയ്താൽ മതി അവിടെ. നെക്സ്റ്റ് അക്ഷരയുടെ നോക്കട്ടെ. എല്ലാത്തിനും സെഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെക്ക് ചെയ്തേ. ചെക്ക് ചെയ്തല്ലോ അല്ലേ? ഓക്കെ, ഫൈൻ ഫൈൻ. ഞാൻ അക്ഷയുടെ നോക്കട്ടെ കേട്ടോ. മതി സെയിം ബിക്കോസ് ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് പേജിലേക്കാണ് വന്നിരിക്കുന്നത്? ടെസ്റ്റ് ആയി. ടെസ്റ്റ് അഡ്മിൻ എടുത്തേ. അസേർഷൻ എഴുതിയിട്ടുണ്ട്. അസേർഷൻ എഴുതിയിട്ടുണ്ട്. ഹോം നമ്മളിപ്പോൾ നോക്കി ചെയ്തു.
മാനേജേഴ്സ് മൂന്നെണ്ണത്തിലോ മൂന്ന് എഴുതിച്ചു 3 4 7 1 8 2 10 മൊത്തം 10 ടെസ്റ്റ് കേസും ആയിട്ടുണ്ട് 10 ടെസ്റ്റ് കേസ് അസേഷൻസും ആയി അല്ലേ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക് എടുക്കാം പൈ ടെസ്റ്റ് ടൈം ഔട്ട് അതായത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയി നമ്മളുടെ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാൻ സ്പെസിഫിക്കലി ഇത്ര ടൈമിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് എനിക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും ഓക്കെ സോ അതിന് നമ്മൾ യൂസ് ചെയ്യുക പൈ ടെസ്റ്റ് ടൈം ഔട്ട് എന്ന് പറയുന്ന പ്ലഗിൻ ആണ് പൈ ടെസ്റ്റ് ഹൈഫൺ ടൈം ഔട്ട് എന്ന പ്ലഗിൻ ആയിരിക്കും നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് അത് എക്സ്പെക്ടേഷൻ ലെറ്റ്സ് ഒരു 3 സെക്കൻഡ്സ് ഉണ്ടെങ്കിൽ വിത്തിൻ 3 സെക്കൻഡ്സ് അത് എക്സിക്യൂട്ട് ചെയ്യണം നമ്മളോടൊരു ക്രൈറ്റീരിയ പറയാണ് നമ്മുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ സ്ക്രം മാസ്റ്റേഴ്സ് ഹൂവർ ഇറ്റ് ഈസ് നമ്മളൊരു ക്രൈറ്റീരിയ പറയാണ് സേയിങ് ദാറ്റ് നിങ്ങളിത് വിത്തിൻ 3 സെക്കൻഡ്സ് ഇത് എക്സിക്യൂട്ട് ആയേ പറ്റത്തുള്ളൂ അല്ലാതെ എനിക്ക് എന്താ പറയുക അതിൽ കൂടുതൽ ടൈം എടുക്കാന്നുള്ള പെർമിഷൻ എനിക്കില്ല അത്രയും സ്പീഡ് എനിക്ക് ഉണ്ടായിരിക്കണം മാൻഡേറ്ററി ആയിട്ട് പേജ് ലോഡ് ആയില്ലെങ്കിൽ അങ്ങനെയുള്ള സിനാരിയോസ് നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട് വെയിറ്റ് എന്നൊക്കെ അപ്ലൈ ചെയ്യാനുണ്ട് അതായത് ബേസിക്കലി സ്പീക്കിംഗ് എന്റെ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ ഞാൻ ആകെ അലോ ചെയ്യുന്ന സമയം 3 സെക്കൻഡ്സ് ആണ് അല്ലെങ്കിൽ 5 സെക്കൻഡ്സ് ആണ് 5 സെക്കൻഡിനുള്ളിൽ പാസ്സായോ ഫെയിൽ ആയോ ആ റിസൾട്ട് മാത്രമേ എനിക്ക് കൊടുക്കണ്ടൂ മനസ്സിലായോ സോ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ പാരാമീറ്റർ യൂസ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഞാൻ കമാൻഡ് ചാറ്റിൽ ഇട്ടുതരാം ഇത് ടെർമിനലിൽ കൊടുക്കുക കേട്ടോ പൈ ടെസ്റ്റിൽ ഫുൾ പ്ലഗിൻസ് ആണ് ജാവാസ്ലിനി ആണെങ്കിൽ ഫുൾ കോഡായിരിക്കും ഇനി നമ്മളുടെ ഏതെങ്കിലും ഒരു ടെസ്റ്റ് കേസ് എടുക്കാം ഇവിടെ റീസെറ്റിന്റെ ടെസ്റ്റ് കേസ് എടുത്തു ടെസ്റ്റ് അഡ്മിനിൽ റീസെറ്റിന്റെ ടെസ്റ്റ് കേസ് എടുത്തു ടെസ്റ്റ് അഡ്മിനിൽ റീസെറ്റിന്റെ ടെസ്റ്റ് കേസ് എടുക്കാം നമുക്ക് റീസെറ്റിന്റെ ടെസ്റ്റ് കേസിൽ ഇതാ ഞാൻ ചാറ്റിൽ ഇട്ടുതരാം ഇത് നമ്മൾ മാർക്ക് ചെയ്യാം കേട്ടോ ഡബിൾ കോട്ട്സ് എക്സ്ട്രാ ഉണ്ട് അത് കൺസിഡർ ചെയ്യണ്ട ഓഫ് 3 വരെ എടുത്താൽ മതി അതായത് 3 സെക്കൻഡ്സ് ആണ് ഞാൻ പറയുന്ന ടൈം റീസെറ്റിന്റെ തൊട്ട് മുകളിൽ ടെസ്റ്റ് അണ്ടർസ്കോർ റീസെറ്റിന് തൊട്ട് മുകളിലായിട്ട് ഡെഫിന്റെ മുകളിൽ പൈ ടെസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാം എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം അത് ക്ലിക്ക് ചെയ്താൽ മതി അത് ക്ലിക്ക് ചെയ്താൽ മതി ടൈം ഔട്ട് ഫെയിലിയർ ആയി അല്ലേ അല്ല ബാക്സ് ഇത് ടൈം ഔട്ട് ഫെയിലിയർ അല്ല ഇൻഡന്റേഷൻ അല്ല സീറോ പാസ്റ്റ് ബിക്കോസ് എന്താണ് വിത്തിൻ 3 സെക്കൻഡ്സ് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ആയില്ല അതൊന്ന് 5 ആക്കി കൊടുത്തു നോക്കിക്കേ അതിൽ പൈ ടെസ്റ്റ് ഡോട്ട് മാർക്ക് ഡോട്ട് ടൈം ഔട്ട് 5 സെക്കൻഡ്സ് ആക്കി കൊടുത്തേ അക്ഷര അത് 5 ആക്കി കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്തോളാം യെസ് ഇതിന് 5 സെക്കൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ത്രെഷോൾഡേ ഉള്ളൂ 3 സെക്കൻഡ്സ് ആയാലും എന്ത് സംഭവിക്കും ടൈംഡ് ഔട്ട് ആയി ഫെയിലിയർ ആയി അതായത് നമുക്കിപ്പോ പറയാം നമുക്ക് ഒബ്വിയസ് ആയിട്ട് എന്ത് ചെയ്യണം നമ്മൾക്ക് ഒരു 3 സെക്കൻഡ്സ് കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ
എക്സിക്യൂട്ട് ആരെയും നമുക്ക് എന്ത് ചെയ്യാം, കൺസേൺ ഡെവലപ്പേഴ്സിനോട് കോൺടാക്ട് ചെയ്ത് പറയാം, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, ഇതിന്റെ എന്താ പ്രോസസിങ് സ്പീഡ് ഇൻക്രീസ് ചെയ്യണം, ഡു സംതിങ്. എന്നാൽ എനിക്ക് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, എൻ്റെ ഈ ഡെവലപ്പേഴ്സിനോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അക്ഷരയ്ക്ക് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കൊണ്ടാണ് കേട്ടോ ലോഡ് ആവാത്തത്. എന്താന്ന് മനസ്സിലാവണില്ല അത്. നെറ്റ്വർക്ക് ഇഷ്യൂ ആടാ, അല്ലേ നെറ്റ്വർക്ക് ലാഗ് അത്. നിന്റെ നെറ്റ്വർക്ക് ലാഗാ. നിന്റെ വേണമെങ്കിൽ ജസ്റ്റ് 5 മാറ്റി 10 ആക്കി കൊടുത്തു, അത് വർക്ക് ചെയ്യും. അപ്പൊ ഓക്കെ അവിടെ അല്ല, അവിടെ അത് ഞാൻ നെറ്റ് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കിയതാ. ഓക്കെ ഓക്കെ. നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കി, നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് സ്റ്റിൽ എക്സിക്യൂട്ട് ആയെങ്കിൽ 5 10 ആക്കി കൊടുത്തോ. പാസ്ഡ് കാണിക്കുന്നുണ്ടോ? 0 പാസ്ഡ് അല്ലേ, ഇപ്പൊ 10 കിട്ടുന്നില്ല. നെറ്റ്വർക്ക് നല്ല സ്ലോ ആണ് കേട്ടോ അക്ഷര, അതുകൊണ്ടാണ്. ഫയർഫോക്സിലല്ലേ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള സ്ലോനെസ് ആണ്, അത് കുഴപ്പമില്ല. അപ്പൊ അത് 5 10 ആക്കി കൊടുത്തോ. 10 ആക്കി കൊടുത്തിട്ട് അങ്ങനെ സെയിം ആയിരുന്നോ? അല്ലെങ്കിൽ നോക്കിയില്ല, ഞാൻ നെറ്റ് ഒന്ന് മാറ്റി നോക്കിയതാ, 5G ഇട്ട് നോക്കിയതാ. 10 സെക്കൻഡ്സ് ആണ് മാക്സ്. 10 സെക്കൻഡ്സ് ഒക്കെ അലോ ചെയ്യത്തില്ല ശരിക്കും പറഞ്ഞാൽ. വിത്തിൻ 5 സെക്കൻഡ്സ് ലോഡ് ചെയ്യണം എന്നാണ് ആക്ച്വലി. മാക്സിമം ഓഫ് 5 സെക്കൻഡ്സ് നമ്മൾ പറയത്തുള്ളൂ. പക്ഷെ എന്നാലും ആയിട്ടില്ല. അത് ഫയർഫോക്സിന്റെ സ്ലോനെസ്സും പിന്നെ നെറ്റ്വർക്ക് സ്ലോനെസ്സും കൂടെ വന്നുകൊണ്ടാണ്. ഓക്കെ, ഇത് ഇങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് കമന്റ് ചെയ്തിട്ടോ വേണമെങ്കിൽ, അത് ജസ്റ്റ് കമന്റ് ചെയ്തിട്ടോ, എല്ലാ തവണ എന്റെ ആവശ്യമൊന്നുമില്ല. കമന്റ് ചെയ്തിട്ടോ. ഓക്കെ, ഇനി ഒരു വട്ടം കൂടെ കോഡ് എടുത്തോളൂ. റീസെറ്റ് ബട്ടന്റെ കോഡ് തന്നെ. ഇനി നമുക്ക് ചില സമയത്ത് നമ്മൾ ഇവിടെ കുറച്ച് മുമ്പ് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു തവണ നമ്മൾ ടെസ്റ്റ് കേസ് ഫെയിൽ ആയി, നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ഒരു തവണ ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയായിരുന്നു, ഇല്ലേ? നമ്മൾ ഇതേ കാര്യത്തിന്, അതായത് ഒരു ടെസ്റ്റ് കേസ് ചിലപ്പോൾ ഫെയിൽ ആവുന്നുണ്ട്, ചിലപ്പോൾ സക്സസ് ആവുന്നുണ്ട്, ഒരു കൺസിസ്റ്റൻസി ഇല്ല. ഇങ്ങനെ ടെസ്റ്റ് കേസിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലേക്കി ടെസ്റ്റ് കേസസ്. ഫ്ലേക്കി ടെസ്റ്റ് കേസസിനെ മാനേജ് ചെയ്യാനായിട്ട് റീട്രൈ എന്ന് പറയുന്ന മെക്കാനിസം നമുക്ക് അവൈലബിൾ ആണ്. റീട്രൈ മെക്കാനിസം വേറെ ഒന്നുമല്ല, നമ്മളിപ്പോ ചെയ്തത് തന്നെ. ഒരാണ് ഫെയിലിയർ ആയി, നമ്മൾ എന്ത് ചെയ്തു, ഒരു വട്ടം കൂടെ പോയി എക്സിക്യൂട്ട് ചെയ്ത് നോക്കി, അപ്പൊ അത് പാസ്സായി, അല്ലെ? സോ ഇതേ കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ഓട്ടോമേറ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ റീട്രൈ മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലിമിറ്റ് വെക്കും, മാക്സിമം ഓഫ് 3 times നമ്മൾ ട്രൈ ചെയ്യും. ഇല്ല, ഫെയിൽ ടെസ്റ്റ് കേസിൽ, അതായത് ടെസ്റ്റ് കേസ് ഫെയിൽഡ് ആയി, അതൊരു ഫ്ലേക്കി ടെസ്റ്റ് കേസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അതിന്റെ മേലെ റീട്രൈ കൺസെപ്റ്റ് എനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ റീട്രൈ കൺസെപ്റ്റ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ലെറ്റ്സ് സേ ഞാൻ 3 തവണ റീട്രൈ ചെയ്യാനാണ് പറയുന്നത്, മാക്സിമം ഓഫ് 3 times ആണ്. സോ വിത്തിൻ ദാറ്റ് 3 times അറ്റ്ലീസ്റ്റ് വൺസ് പാസ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ പാസ്ഡ് ടെസ്റ്റ് കേസിലേക്കും ഇല്ലെങ്കിൽ ഫെയിൽഡ് ടെസ്റ്റ് കേസിലേക്കും കൂട്ടും. ഓട്ടോമാറ്റിക് ആയിട്ട് ഫിൽട്ടർ ചെയ്യും. അതായത് അത് ഈ റീട്രൈ മെക്കാനിസത്തിന്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സാണ്. അതായത് റീട്രൈ ചെയ്യുമ്പോൾ റീട്രൈ 1 2 3 ഉണ്ട്. സെക്കൻഡ് ട്രൈയില് അത് പാസ് ആയി കഴിഞ്ഞാൽ തേർഡ് ട്രൈ ചെയ്യത്തില്ല, ഡയറക്റ്റ്ലി ഇത് പാസ് ടെസ്റ്റ് കേസ് ആയിട്ട് കൂട്ടും. മനസ്സിലായോ അക്ഷര? ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, നമുക്ക് ഒരെണ്ണത്തിന് മാൻഡേറ്ററി നമുക്ക് ഫെയിൽ ആക്കാം. അതിനും അഗെയിൻ നമ്മളൊരു പ്ലഗിൻ ആണ് യൂസ് ചെയ്യുക. ആ പ്ലഗിന്റെ പേരാണ് PyTest Rerun Failures.
ഏതായാലും ഇൻസ്റ്റാൾ ചെയ്യാനിടുന്നുണ്ടോ? ഇൻസ്റ്റാൾ ചെയ്യണം. പിപ്പ് ഇൻസ്റ്റാൾ പറഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്തോളൂ. PyTest. റീറൺ ഫെയിലിയേഴ്സ്. ഇൻസ്റ്റാൾ ആയല്ലേ? ഓക്കെ, പിപ്പ് ഇൻസ്റ്റാൾ അല്ലേ? പിപ്പ് ഇൻസ്റ്റാൾ. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആ റീസെറ്റില് നമ്മളൊരു URL കൊടുത്തിട്ടില്ലേ അസേർഷനില്? ആ അസേർഷനിലെ URL ഒന്ന് ജസ്റ്റ് മിസ്റ്റേക്ക് ചെയ്ത് കൊടുത്തേ. /admin അല്ലല്ലോ, /list admin മാറ്റി. യെസ്, ജസ്റ്റ് ഒരു admin 1 എന്നാലും കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യാം, ഈ ടെസ്റ്റ് റീസെറ്റിന് മുകളിലായിട്ട് ഞാൻ തരുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പ്ലേസ് ചെയ്യാം കേട്ടോ. ചാറ്റിൽ തൊട്ട് താഴെ പ്ലേസ് ചെയ്തോ. അക്ഷര ടൈം ഔട്ട് ഒന്ന് കമന്റ് ചെയ്തിടണേ. എക്സിക്യൂട്ട് ചെയ്ത് തന്നിട്ട് അപ്പൊ നമ്മൾ മനഃപൂർവ്വം ഫെയിൽ ആക്കിയത് എന്താണ്? ഇത് ഫ്ലേക്കി ടെസ്റ്റ് കേസ് അല്ല, ആക്ച്വലി നമ്മൾ മനഃപൂർവ്വം ഫെയിലിയർ ആക്കിയിരിക്കുകയാണ് ഇപ്പൊ ടെസ്റ്റ് കേസിന്. സോ ഒരു തവണ എക്സിക്യൂട്ട് ആയി, അഗെയിൻ ഒരു തവണ അവിടെ എക്സിക്യൂട്ട് ആയി, മൂന്നാമത്തെ തവണ എക്സിക്യൂട്ട് ആയി അല്ലേ? നമ്മളല്ലല്ലോ ഇത് ട്രിഗർ ചെയ്തേക്കുന്നത്. ബൈ ഇറ്റ്സെൽഫ് അത് ഫെയിലിയർ ആയപ്പോ ട്രിഗർ ആയിക്കൊണ്ടേയിരുന്നു അല്ലേ? ഈ ഒരു ഫീച്ചറിനെയാണ് റീട്രൈ മെക്കാനിസം എന്ന് പറയുന്നത്. എല്ലാ ടെസ്റ്റ് കേസിന്റെയും മീതെ കൊടുക്കണം. ഇതിപ്പോ നമ്മൾക്ക് ടിപ്പിക്കലി എനിക്ക് ഏതെങ്കിലും ഒരു ഫ്ലേക്കി ടെസ്റ്റ് കേസ് മാത്രമാണെങ്കിൽ, എനിക്ക് ഒരു സ്പെസിഫിക് ടെസ്റ്റ് കേസ് ഞാൻ പറയുന്നില്ല, ഏതൊരു ടെസ്റ്റ് കേസ് ഫെയിലിയർ ആയാലും റീട്രൈ അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത് വിചാരിക്കും. അങ്ങനെയാണെങ്കിലുള്ള കമാൻഡ് തരാം. ടെർമിനലിലാണ് കൊടുക്കുന്നത്. കോഡ് എടുത്തേടാ. 1 ഫെയിൽ. ആ കോഡ് പൈച്ചാമെന്ന് എടുത്ത് നോക്കിക്കേ. റീട്രൈ എത്ര തവണ റീട്രൈ ചെയ്തിട്ടുണ്ട്? 3 അല്ലേ? 3 തവണ ചെയ്തു. അതില് ഫെയിലിയർ ആയപ്പോ ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു അല്ലേ? ഇതിങ്ങനെ തന്നെ നിക്കട്ടെ. ഇനി നിങ്ങളുടെ ടെർമിനലിലേക്ക് വന്നേ. ടെർമിനലിലേക്ക് വാ അക്ഷര. അവിടെ ടൈപ്പ് ചെയ്യൂ കേട്ടോ, pytest സ്പേസ് ഹൈഫൻ reruns equals 2. pytest സ്പേസ് ഹൈഫൻ rerun അടിച്ചല്ലോ. ഈക്വൽസ് 2 കഴിഞ്ഞില്ല. റീറൺ ഈക്വൽസ് 2 കഴിഞ്ഞില്ല. റീറൺസ് ഈക്വൽസ് റീറൺ സ്പേസ് തെറ്റി പറഞ്ഞ, സോറി. സ്പേസ് റീറൺസ് സ്പേസ് 2 എന്റർ അടിക്കാം. ടോട്ടലി 10 ടെസ്റ്റ് കേസിനെ കളക്ട് ചെയ്തു. ലോഗിൻ ഒക്കെ എക്സിക്യൂട്ട് ആയിപ്പോട്ടെ. അങ്ങനെ നമ്മുടെ അഡ്മിനിൽ റീസെറ്റ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം.
ഇതിപ്പോ നമ്മുടെ ലോഗിൻ മാത്രം എക്സാക്ട് ഓർഡറിൽ എക്സിക്യൂട്ട് ആവും നമ്മളുടെ പ്രയോറിറ്റി കൊടുത്തത് കൊണ്ട്. ബാക്കിയെല്ലാം റാൻഡം ഓർഡറിലായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. ആദ്യം അഡ്മിൻ എക്സിക്യൂട്ട് ആവാം, അല്ലെങ്കിൽ ഹോം എക്സിക്യൂട്ട് ആവാം. അത് റാൻഡം ഓർഡർ ആയിരിക്കും. 10 കഴിഞ്ഞു. റീട്രൈ 3 തവണയും കൂടെ അടുപ്പിച്ച്. സൈൻ ഇൻ എന്തിനാടാ ചോദിക്കുന്നത്? അത് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് അതെന്താ സംഭവം കറക്റ്റ്. ഓക്കെ, യെസ്. റീസെറ്റ് ഒരു തവണ ചെയ്തു, വർക്ക് ആയില്ല. അഗെയിൻ സെയിം എക്സിക്യൂട്ട് ആവും. One failed, 9 passed, 4 rerun. കണ്ടോ? സോ ഇങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ക്ലിയർ ആണോ? ഇത് ഓട്ടോമേഷൻ ടെസ്റ്റിംഗിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് റീട്രൈ മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി മാറ്റി കൊടുത്തോ, റീട്രൈ മാറ്റി കൊടുത്തോ. റീട്രൈയിൽ നോർമൽ ആയിട്ടുള്ള കൊടുത്തോ. പൈത്തൺ സ്പേസ് ഹൈഫൺ റീറൺസ് സ്പേസ് 2. എത്ര തവണ എക്സിക്യൂട്ട് ആയി അക്ഷര? 3 തവണ, 2 തവണ പിന്നെയും എക്സിക്യൂട്ട് ആയല്ലേ? എല്ലാം ക്ലോസ്. നിരഞ്ജന, ഇതിപ്പോ എല്ലാ ടെസ്റ്റ് കേസും 2 തവണ വീതമല്ലേ എക്സിക്യൂട്ട് ആവുന്നത്? എല്ലാ ടെസ്റ്റ് കേസും അല്ല, നമ്മളുടെ ഫെയിൽ ആയ ടെസ്റ്റ് കേസസ് മാത്രം 2 തവണ എക്സിക്യൂട്ട് ആവും അഡീഷണലി. ഓക്കെ, എല്ലാം എക്സിക്യൂട്ട് ആവത്തില്ല. ഓക്കെ, ഇനി പൈച്ചാൻ എടുത്ത് നോക്കിക്കേ. Two fail, 8 passed, 5 rerun അല്ലേ? വേറെ ഏതോ ഒരെണ്ണം കൂടെ മിസ്റ്റേക്ക് ഉണ്ടല്ലോടാ നിന്റെ അക്ഷരടയില്. റിട്ടേൺ ഹോം, റിട്ടേൺ ഹോമിൽ കൊടുത്തിട്ടുള്ളത് തെറ്റാണ്. മാനേജ്മെന്റ് പോയിക്കേ, റിട്ടേൺ ഹോം പോയിക്കേ. ലോഗിൻ ആണോ ഹോം ആണോ ഇവിടെ വരിക? അവിടെ എടാ റിട്ടേൺ ടു ഹോം അല്ലേ, നമ്മൾ ലോഗിനിലേക്കല്ലല്ലോ തിരിച്ചു പോകുന്നത്, ഹോം പേജിലേക്കല്ലേ. അഡ്മിൻ ഹോം എന്നാണോ /home ആണോ അവിടെ വരേണ്ടത്? ഓക്കെ ഓക്കെ ഓക്കെ. ഇന്നോട് എക്സിക്യൂട്ട് ചെയ്യണ്ട, അത് എറർ തിരുത്തിക്കോ. അഡ്മിൻ 1 മാറ്റിയിട്ട് അഡ്മിൻ തന്നെ ആക്കിക്കോ.
ഞാൻ ഇന്നെടുത്ത ടോപ്പിക്സ് ക്ലിയർ ആണോ? ടൈം ഔട്ട് എടുത്തു, റീട്രൈ എടുത്തു. ഈ 2 ടോപ്പിക്സ് ക്ലിയർ ആണോ? നമുക്ക് നാളെ തൊട്ട് പേജ് ഒബ്ജക്ട് മോഡിൽ സ്റ്റാർട്ട് ചെയ്യാം. അതെന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നാളെ എടുത്തുതരാം കേട്ടോ. നാളെ ആകുമ്പോ ഗോപിക ഉണ്ടാവുമല്ലോ. നാളെ നമുക്ക് പേജ് ഒബ്ജക്ട് മോഡിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ശരി. താങ്ക് യു. Thank you so much. Bye. Bye bye.